നമസ്കാരം സുഹൃത്തുക്കളെ. സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതി. ആ പദ്ധതിയുടെ അപേക്ഷ കൊടുക്കാനായിട്ട് സ്വാഭാവികമായിട്ടും ധാരാളം സ്ത്രീകൾ വരും. അങ്ങനെ സ്ത്രീകൾ തങ്ങളുടെ MLAയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ വീടോ അല്ലെങ്കിൽ ഓഫീസോ ആവട്ടെ അവിടെ ചെല്ലുന്നു. ഈ അപേക്ഷകളൊക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊടുക്കുന്നു. അപ്പോൾ ഓരോ അപേക്ഷയും നോക്കിയിട്ട് അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കുന്നു. പക്ഷേ അദ്ദേഹം ഇരുന്ന വേഷം അക്ഷരാർത്ഥത്തിൽ അടിവസ്ത്രം എന്ന് പറയാവുന്ന വേഷം ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഇരുന്നത്. ഈ പുരുഷന്മാരൊക്കെ അകത്ത് ധരിക്കുന്ന ഒരു ബനിയനുണ്ട്, അതുപോലെ തന്നെ ഒരു നിക്കർ എന്ന് പറയാവുന്ന വേഷവും കൂടി ഇട്ടിട്ട് മുന്നിലൊരു ഡെസ്ക് കസേരയുണ്ട്, അവിടെ ഇങ്ങനെ കാല് ചമ്രം മടക്കിയിരിക്കുക എന്ന് പറയത്തില്ല, ആ രീതിയിൽ ഇരുന്നു കൊണ്ട് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ വലിയ വൈറലാണ്. നമ്മുടെ ഇവിടുത്തെ മാപ്രകൾ അത് വലിയ രീതിയിൽ വാർത്ത പോലും കൊടുത്തിട്ടില്ല, അവരറിഞ്ഞു വരുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു BJP MLA ആയിരുന്നു ചെയ്തതെങ്കിൽ ഇന്നിപ്പോൾ ഇന്ത്യ മുഴുവനല്ല, ലോകത്ത് തന്നെ അത് വലിയ വൈറൽ വാർത്തയായനെ. MLA ആണ് ഈ പണി ചെയ്തത് എന്ന് ഓർക്കണം. നമ്മൾ ചില ഈ തമിഴ് ഹിന്ദി സിനിമകളിലൊക്കെ, അത് ഇപ്പോൾ അങ്ങനത്തെ സിനിമ പോലും ഇറങ്ങാറില്ല, ഈ അടിമ ഉടയോൻ ബന്ധം എന്നൊക്കെ പറയുന്ന പോലുള്ള തരത്തിലെ സിനിമകളിൽ നമ്മൾ ഇത്തരം ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. തൻ്റെ മുന്നിൽ നിരവധി സ്ത്രീകൾ ഈ അപേക്ഷയുമായിട്ട് നിൽക്കുന്നു. അവരുടെ മുന്നിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട MLA അടിവസ്ത്രം ഇട്ടുകൊണ്ട് ഈ അപേക്ഷയിലേക്ക് ഒപ്പിട്ട് കൊടുക്കുന്ന കാഴ്ച. ഇത് ചെയ്തത് ഏത് പാർട്ടിക്കാരനാണ് എന്നറിയുമ്പോഴേ ആ ഞെട്ടൽ പൂർണ്ണമാവുകയുള്ളൂ. ഏറ്റവും അവസാനം ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുകയും 2 സംസ്ഥാനങ്ങൾ ഭരിക്കുകയൊക്കെ ചെയ്ത ആം ആദ്മി പാർട്ടി, ഇപ്പോൾ ഒരു സംസ്ഥാനമേ ഉള്ളൂ, അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ ഒരു MLA ആണ് അനിൽ വത്സൻ എന്നാണ് അയാളുടെ പേര്, അനിൽ ഷാ വത്സൻ എന്നാണ് അയാളുടെ പേര്. അയാളാണ് ഈ തെമ്മാടിത്തരം കാണിച്ചു വെച്ചിരിക്കുന്നത്. അതിപ്പോൾ ഡൽഹി നിയമസഭയിൽ അവിടുത്തെ മുഖ്യമന്ത്രി രേഖ ഗുപ്ത തന്നെ ഇതിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. മാന്യമായിട്ടുള്ള വേഷം ധരിച്ചുകൊണ്ട് വേണമായിരുന്നു ഇങ്ങനെ ചെയ്യാൻ, അതും സ്ത്രീകളോട് അപേക്ഷ വാങ്ങുമ്പോൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അയാളുടെ സ്ഥാനത്തൊരു BJPയുടെ MLAയോ MPയോ ആയിരുന്നു ഇത് ചെയ്തതെങ്കിൽ എന്തായിരുന്നതിനെ അവസ്ഥ എന്ന് ആലോചിക്കുക. പക്ഷേ ആം ആദ്മി പാർട്ടിക്കെതിരെ അത് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു വിമർശനം പോലും ഇതുവരെയും രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ ഉന്നയിച്ചിട്ടില്ല എന്ന് ഓർക്കുക. അപ്പോൾ ഏതൊരു ജനപ്രതിനിധിയാണെങ്കിലും മാന്യമായിട്ടുള്ള വേഷം, എന്തിന് വീട്ടിൽ പോലും അങ്ങനെ വേണം നിൽക്കാൻ, അല്ലാതെ വീട്ടിൽ വരുമ്പോൾ താൻ അകത്ത് ആ വേഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അപേക്ഷ ഒപ്പിടാൻ വേണ്ടി അതേ വേഷത്തിൽ ഇറങ്ങി വരികയല്ല ചെയ്യേണ്ടത്. അത് ഏത് പാർട്ടിക്കാരും ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. മുൻപൊക്കെ നമ്മൾ നിയമസഭയാവട്ടെ പാർലമെൻ്റ് ആവട്ടെ അവിടെ പല വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ MLA ആയിട്ടും MPമാരൊക്കെ ആയിട്ടുണ്ട്. പാർലമെൻറ്റിലാണെങ്കിൽ MPമാർ, നിയമസഭകളിലാണെങ്കിൽ MLAമാർ. പക്ഷേ ഇവർ തമ്മിൽ ആശയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവരെല്ലാം ഏതാണ്ട് സമാനമായിട്ടുള്ള വേഷമായിരുന്നു ധരിച്ചിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എപ്പോൾ മുതലാണ് ഇതിന് മാറ്റം വന്നു തുടങ്ങിയെന്ന് നോക്കുക. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നത് നോക്കുക. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരങ്ങനെയല്ല, പക്ഷേ അദ്ദേഹം 56 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആ മനുഷ്യൻ ടൈറ്റ് ടീഷർട്ട് വിട്ട്, ഓക്കെ കുഴപ്പമില്ല, അതിനൊന്നും കുഴപ്പമില്ല, മാന്യമല്ലാത്ത വേഷം എന്ന് പറയുന്നില്ല. പക്ഷേ എത്രയോ കാലമായിട്ട് തുടർന്ന് വന്നിരുന്ന ഒരു ഡ്രസ് കോഡുണ്ട്, അത് പാർലമെൻ്റ് ആണെങ്കിലും നിയമസഭയാണെങ്കിലും. പക്ഷേ അയാളാണത് ബോധപൂർവ്വം തെറ്റിച്ചു കൊടുത്തത്. നാളെ ഒരു പക്ഷേ അയാൾ 3/4 അല്ലെങ്കിൽ ഷോർട്സോ ഒക്കെ ഇട്ടുകൊണ്ട് വന്നാലും എന്താ കുഴപ്പം എന്ന്, ഇത് വിദേശ ശൈലിയല്ലേ അല്ലെങ്കിൽ മറ്റൊരിടത്തും കുഴപ്പമില്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ചേക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇതുപോലുള്ളവരെ ഇത്തരം ചെയ്തികൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഇതിനും ന്യായീകരണമായിട്ട് വരും. ഞാൻ ആ വേഷത്തിൽ നിന്നപ്പോൾ പെട്ടെന്ന് വന്നുകൊണ്ട് എനിക്ക് വേഷം മാറാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അവർക്ക് ഒപ്പിട്ട് കൊടുത്തതാണ് എന്ന തരത്തിലൊക്കെ ന്യായീകരിച്ച് മെഴുകുന്ന ഒരു കാഴ്ച കാണും. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കുക, ഈ വേഷത്തിൽ ഈ സ്ത്രീകൾക്ക് അവരുടെ അപേക്ഷ വാങ്ങി ഒപ്പിട്ട് കൊടുക്കുന്ന ഇയാളുടെ ദൃശ്യങ്ങൾ വീഡിയോയും ചിത്രമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇന്ത്യയെപ്പറ്റി മറ്റുള്ളവർ എന്തായിരിക്കും ധരിക്കുക? ഇത് ശരിക്കും അവരൊക്കെ ധരിക്കുന്ന പോലുള്ള ആ ഒരു അടിവസ്ത്രം പോലുമല്ല. ഇത് കാണുമ്പോഴേ നമുക്കറിയാം. വീട്ടിൽ പോലും അയാൾ ആ വേഷത്തിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്ത് മാനസികാവസ്ഥ കൊണ്ടാണ് അയാൾ അങ്ങനെ നിന്നത് എന്ന് മനസ്സിലാവുന്നില്ല. നിന്നല്ല ഇരുന്നത്, അതും കാലുകൾ അങ്ങനെ പൊക്കി വെച്ച് മടക്കി വെച്ചിരുന്നിട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച. ഇയാൾ ജനാധിപത്യ രീതിയിൽ തന്നെ MLA ആയതാണ് എന്നറിയുമ്പോഴാണ് നമ്മുടെ തല ശരിക്കും കുനിയേണ്ടത്. അല്ലാതെ ഈ രാജഭരണമൊക്കെ ആയിരുന്നു എങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. കാരണം ജനങ്ങളല്ലല്ലോ അതിൻ്റെ ഉത്തരവാദി, അത് പരമ്പരാഗതമായിട്ട് കിട്ടിയ ഒരു അധികാരമാണ്, അത് അയാൾ തോന്നിയ രീതിയിൽ വിനിയോഗിക്കുന്നതെന്ന് വെക്കാം. പക്ഷേ ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത് MLA ആക്കിയ ഒരു വ്യക്തിയാണ് ഈ പരിപാടി കാണിച്ചത്. പക്ഷേ അതിപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട്. ഇയാളുടെ MLA പദവി തന്നെ എടുത്ത് കളയണമെന്നാണ് രേഖ ഗുപ്ത അവിടെ നിയമസഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആപ്പിനത് വലിയ ക്ഷീണമായിട്ടുണ്ടോ എന്ന കാര്യം തർക്കമൊന്നുമില്ല. കാരണം ഒരു പാർട്ടിക്കാരനും ഇത് ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു MLA അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് സ്ത്രീകളുടെ അപേക്ഷ വാങ്ങി അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഓസ്കാർ കിട്ടുന്ന പോലെ അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. അത് തീർച്ചയായിട്ടും അപമാനകരമായിട്ടുള്ള കാര്യമാണ്. ആര് ചെയ്താലും അത് ശരിയല്ല. അതുപോലെ തന്നെ പാർലമെൻ്റ് ആണെങ്കിലും നിയമസഭയാണെങ്കിലും അവിടെ എത്രയോ കാലമായിട്ട് നമ്മൾ കണ്ട് പരിചയിച്ച, അത് മാറുന്നതൊക്കെ കൊണ്ട് നല്ലതാണ്. പക്ഷേ അതിന് മോശം രീതിയിലുള്ള ഒരു മാതൃക കൊടുക്കുന്നത് ആരാണ് എന്ന് കൂടി നോക്കണം. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഈ മസിലും പെരുപ്പിച്ച് നിന്ന് കാണിക്കുന്ന അതൊന്നുമല്ല കോൺഗ്രസ്സുകാർ പോലും ആഗ്രഹിക്കുക. കുറേ മസിൽ വെച്ചിട്ട് ഫിറ്റ്നസ് കാണിച്ചിട്ട് ടീഷർട്ട് വിട്ട് അങ്ങനെ നടക്കുന്ന ആളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവാവേണ്ടതോ പ്രധാനമന്ത്രി ആവേണ്ടതോ അതല്ല ആളുകൾ ആഗ്രഹിക്കുന്നത്. ഒരു ജനപ്രതിനിധിക്ക് വസ്ത്രധാരണ രീതിയിലും സംസാരത്തിലും പെരുമാറ്റത്തിലും ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിവിടെ എന്നല്ല, എല്ലായിടത്തും അത് കണക്ക് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുടക്കമിട്ട് കൊടുക്കുന്ന വ്യക്തി ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ എന്ന പപ്പു തന്നെയാണ്. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ.